ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ഭംഗിയുള്ളൊരു വോൾ ഡെക്കർ ഉണ്ടാക്കിയാലോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു സാന്റ മൂൺ വോൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുള്ളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ വീണ്ടും ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കോട്ടൺ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. മൂണിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് കോട്ടൺ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സാന്റയുടെ ഫേസ് ചെയ്തെടുക്കാനായിട്ട് ഒരു പിങ്ക് കളർ ചാർട്ട് മൂണിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി രണ്ട് കളറിലുള്ള വൂളൻ ത്രെഡ് എടുക്കാം. നമ്മളിവിടെ റെഡും വൈറ്റും കളറിലാണ് എടുത്തിട്ടുള്ളത്. മൂണിൻ്റെ ഹാഫ് പോർഷൻ വൈറ്റ് കളർ വെച്ചിട്ടും ബാക്കി ഹാഫ് പോർഷൻ റെഡ് കളർ വെച്ചിട്ടും കവർ ചെയ്തെടുക്കാം. ത്രെഡ് ചുറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ചാർട്ട് പേപ്പറിനോട് ചേർത്ത് വേണം ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട്. മൂണിൻ്റെ ഒരു പോർഷൻ ഫുള്ളായിട്ട് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പോർഷൻ്റെ കുറച്ച് ഭാഗം മാത്രം വൈറ്റ് ത്രെഡ് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. നമ്മൾ ക്യാപ്പിൻ്റെ ബോർഡർ പോലെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് മുകളിൽ ബാക്കിയുള്ള പോർഷൻ ഫുള്ള് റെഡ് ത്രെഡ് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ സാൻഡിക്ക് വലിയൊരു മീശ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അതേപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം പേപ്പറിൻ്റെ രണ്ട് സൈഡുകളും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് സാന്റയുടെ ഫേസിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ണുകൾ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. വലിയ ബ്ലാക്ക് ബീഡ്സ് ഉള്ളവർ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി പിങ്ക് കളർ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് കേട്ടോ സാന്റയുടെ നോസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൈപ്പ് ക്ലീനർ ഇല്ലാത്തവർ നമ്മൾ എടുത്തിരിക്കുന്ന ചാർട്ടിൻ്റെ അതേ കളർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് നോസായിട്ട് വെച്ച് കൊടുത്താലും മതി. റെഡ് കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ലിപ്പിൻ്റെ പോർഷൻ കൂടിയിട്ട് ഒന്ന് വരച്ചെടുക്കാം. ഇനി വൈറ്റ് ചെറിയ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് നമുക്ക് സാന്റയുടെ ക്യാപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മൂണിലേക്ക് ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാർ കൂടി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിനായിട്ട് 5 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. അതിനുശേഷം അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. പേപ്പർ മടക്കി നിവർത്തി കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക.
ഇനി ബാക്കി വരുന്ന പേപ്പർ അതിന് മുകളിലേക്കായിട്ട് കൂടി ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം അതിൻ്റെയും രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി നമ്മളിപ്പോൾ മടക്കിയ പോർഷൻ ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതേ രീതിയിലുള്ള 4 പീസസ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഓരോ പീസസും ചേർത്ത് ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താൽ ഒരു അടിപൊളി സ്റ്റാർ റെഡി. ഇനി ഈ ഒരു സ്റ്റാർ നമുക്ക് മോണിലേക്കായിട്ട് ഒരു ത്രെഡ് ഉപയോഗിച്ച് ടൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു വാൾ ഡെക്കർ നമുക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. ബൈ.